ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദർ സെക്ഷൻ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഇത്രയും കാലം ട്രേഡിങ്ങിലെ ഫൗണ്ടേഷനും അതുപോലെ തന്നെ ട്രേഡിങ്ങിലെ രണ്ട് മേജർ കോൺസെപ്റ്റ് ആയിട്ടുള്ള സിംഹൈ സിംഗ്ലോ ആൻഡ് FEG പഠിച്ചു. ആൻഡ് ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ എൻട്രി കോൺസെപ്റ്റും അതുപോലെ തന്നെ ഇനിയും നിങ്ങൾക്ക് ലിക്വിഡിറ്റി കോൺസെപ്റ്റ് ആഡ് ചെയ്യുക എന്നുള്ള പർപ്പസ് ആണ്. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഇനി നമ്മൾ എക്സ്ട്രാ ലിക്വിഡിറ്റി കോൺസെപ്റ്റോട് പഠിക്കുകയാണ്. ആൻഡ് അതിന്റെ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ ബ്ലോക്ക് അഥവാ OB. അപ്പോൾ എന്താണ് ഈ ഓർഡർ ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിലെ പെൻഡിങ് ഓർഡേഴ്സ് ആണ്. അപ്പോൾ ഈ പെൻഡിങ് ഓർഡർ എന്താ? മാർക്കറ്റിലെ ബിഗ്ഗർ പ്ലേയേഴ്സ് നമ്മൾ മാത്രമല്ല മാർക്കറ്റിലുള്ളത്, നമ്മളെ പേര് എന്ന് പറഞ്ഞാൽ റീറ്റെയിൽ ട്രേഡേഴ്സ് ആണ്. അപ്പോൾ ഈ റീറ്റെയിൽ ട്രേഡേഴ്സ് അല്ലാതെ മാർക്കറ്റിൽ വലിയ വലിയ പ്ലേയേഴ്സ് ഉണ്ട്. ലൈക്ക് എക്സാമ്പിൾ നമ്മളെ ഹെഡ്ജ് ഫണ്ട്, അതുപോലെ തന്നെ ബിഗ്ഗർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് എന്താ പറയുക നമ്മളെ മ്യൂച്വൽ ഫണ്ട്. അപ്പോൾ അവരൊക്കെ മാർക്കറ്റിലുണ്ട്. അപ്പോൾ അവരൊക്കെ പെൻഡിങ് ഓർഡറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർഡർ ബ്ലോക്ക് അഥവാ OB. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആൻഡ് ഈ ഒരു ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ സോ കോൾഡ് FEGനെ പോലൊക്കെ തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമുക്ക് ഒട്ടും വൈകണ്ട, നേരെ ചാർട്ടിലോട്ട് പോവാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മാർക്കറ്റിൽ ഓർഡർ ബ്ലോക്ക് നമുക്ക് പല ഡെഫിനിഷൻസ് ഉണ്ട്. പല ഡെഫിനിഷൻ ഉണ്ട് മീൻസ് ബേസിക് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ പെൻഡിങ് ഓർഡർ മാർക്കറ്റ് ആണ്. പക്ഷേ എങ്കിൽ പോലും നമുക്ക് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ നമ്മൾ പല ആൾക്കാരും പല ലെവലിലാണ് ചെയ്യാറ്. പക്ഷേ ഞാൻ നിങ്ങൾക്കൊരു ബിഗിനർ ലെവലിൽ ഏറ്റവും ഒരു ബേസ് ലൈനിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണ് സിമ്പിളായിട്ട് ഓർഡർ ബ്ലോക്കിനെ മാർക്കറ്റിൽ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. നമുക്ക് ഇതല്ലാതെയും ഐഡന്റിഫിക്കേഷൻ മെത്തേഡ് വേറെയും കുറേ ഉണ്ട്. അത് നമുക്ക് നിങ്ങൾക്ക് വേണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ലെവലിലോട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഒരു സമയം കഴിയുമ്പോൾ. ഇപ്പം നമുക്ക് ഏറ്റവും ബിഗിനർ ലെവലിൽ നോക്കാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് രണ്ട് കൈൻഡ് ഓഫ് ഓർഡർ ബ്ലോക്സ് ഉണ്ട്. നമുക്ക് രണ്ട് കൈൻഡ് ഓഫ് FEGയിൽ രണ്ട് കൈൻഡ് ഓഫ് ക്യാൻഡിൽസ് ഉള്ള പോലെ തന്നെ നമുക്ക് രണ്ട് കൈൻഡ് ഓഫ് ഓർഡർ ബ്ലോക്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെയറിഷ് ഓർഡർ ബ്ലോക്ക്. ഇപ്പോൾ ഈ ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരീസ് ഓഫ് ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ കണ്ടോ, സീരീസ് ഓഫ് ബുള്ളിഷ് ക്യാൻഡിൽ ജസ്റ്റ് ഇതൊന്ന് നോക്കി വരാം. സീരീസ് ഓഫ് ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന ഒരു ബെയറിഷ് ക്യാൻഡിലിൻ്റെ പേരാണ് ഓർഡർ ബ്ലോക്ക്. ഓക്കെ, സീരീസ് ഓഫ് ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന ഒരു ബെയറിഷ് ക്യാൻഡിലിൻ്റെ പേരാണ് ഓർഡർ ബ്ലോക്ക്. അപ്പോൾ അവിടെ നമ്മൾ പഠിച്ചത് ലിറ്ററലി നമ്മൾ FEG ഒക്കെ ആക്ട് ചെയ്യണ പോലെ തന്നെ അവിടെ നിന്ന് മാർക്കറ്റ് മേലോട്ട് പോകും. ആൻഡ് നമ്മൾ പഠിച്ച പോലെ തന്നെ ഈ ഒരു ബെയറിഷ് ക്യാൻഡിലോട്ട് വരുമ്പോൾ സീരീസ് ഓഫ് ബെയറിഷ് ക്യാൻഡിൽ മാർക്കറ്റ് നേരെ ഇങ്ങനെ അടിയിലോട്ട് പോവാണ്. അപ്പോൾ ഈ സീരീസ് ഓഫ് ബെയറിഷ് ക്യാൻഡിലിൻ്റെ ഇടയിൽ ഉണ്ടാവണ ഒരു ബുള്ളിഷ് ക്യാൻഡിലാവും നമ്മൾ ഓർഡർ ബ്ലോക്ക്. ആൻഡ് നമ്മൾ പഠിച്ച പോലെ തന്നെ FEG നമ്മളെ സിബിന്ന് എന്താ മാർക്കറ്റ് ആക്ട് ചെയ്യാം, സിബി എടുത്തിട്ട് മാർക്കറ്റ് നേരെ അടിയിലോട്ട് പോകും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഓർഡർ ബ്ലോക്കിൽ നിന്ന് ഈ ഒരു സിബിൻ്റെ ഈ ക്യാൻഡിലാണെന്ന് വിചാരിച്ചാൽ മതി, ആ ഒരു ഓർഡർ ബ്ലോക്ക് എടുത്തിട്ട് മാർക്കറ്റ് നേരെ അടിയിലോട്ട് പോകും. ആൻഡ് നമ്മൾ നോക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓർഡർ ബ്ലോക്ക് വെച്ച് മാത്രം നിങ്ങൾ മാർക്കറ്റിൽ ആക്ട് ചെയ്യരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു ഓർഡർ ബ്ലോക്ക് വെച്ചിട്ട് മാത്രം എൻട്രി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയൊരു മണ്ടത്തരാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, എപ്പോഴും നമ്മളൊരു FEGൻ്റെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വീക്കിലെ തന്നെ നമ്മളെ ലാസ്റ്റ് ടോപ്പിക്കാണ് ലിക്വിഡിറ്റി പൂൾ. അപ്പോൾ അതിന് അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ പഠിക്കും. പക്ഷേ നമുക്ക് ഒരു ബെയർ മിനിമം ഐഡിയ തരാം. നിങ്ങൾ ഈ ഓർഡർ ബ്ലോക്ക് ഒറ്റയ്ക്ക് നോക്കാതെ FEGൻ്റെ കൂടെ അതുപോലെ തന്നെ നമ്മളെ സിംഹൈ സിംഗ്ലോൻ്റെ കൂടെ ഒരുമിച്ച് നോക്കാൻ നോക്കുക. അപ്പോഴാണ് അതിൻ്റെ വിൻ റേറ്റ് വീണ്ടും വീണ്ടും കൂടുക. മീൻസ് മാർക്കറ്റിൽ നമ്മൾ ഈ പഠിക്കുന്ന ഒക്കെ ലിക്വിഡിറ്റി കോൺസെപ്റ്റ്സ് ആണ്. അപ്പോൾ അതിനെ ഒന്നിച്ച് ഒരു ലൈൻ ആക്കിയിട്ട് പഠിക്കാൻ നോക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു ഒന്നുകൂടെ ആ ഒരു ജേണി സ്മൂത്ത് ആയിട്ട് മാർക്കറ്റിൽ പോവുക. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ഇതിൻ്റെ. അപ്പോൾ എക്സാമ്പിളിലോട്ട് പോകുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ബുള്ളിഷ് ഓബിൻ്റെ എക്സാമ്പിൾ നോക്കാം. നമ്മൾ ഈ ബുള്ളിഷ് ഓബി എന്ന് പറയുമ്പോൾ നമുക്ക് വരാൻ പോകുന്ന ക്യാൻഡിൽ ബെയറിഷ് ക്യാൻഡിൽ ആയിരിക്കും. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ ബുള്ളിഷ് ഓബി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്ന ക്യാൻഡിൽ നമ്മളെ ബെയറിഷ് ക്യാൻഡിൽ ആവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബെയറിഷ് ഓബി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്ന ക്യാൻഡിൽ ബുള്ളിഷ് ക്യാൻഡിലോ. അപ്പോൾ ജസ്റ്റ് ഒരു പല ആൾക്കാർക്കും വരുന്നൊരു മിസ്റ്റേക്കാണ്, അവരത് ചിന്തിക്കുന്നതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പം തന്നെ ക്ലിയർ ചെയ്യുക. ബുള്ളിഷ് ഓബി എന്ന് പറയുമ്പോൾ വരാൻ പോണ ക്യാൻഡിൽ ബെയറിഷ് ആയിരിക്കും. ഓക്കെ, ആൻഡ് നമുക്കിവിടെ കാണാൻ പറ്റും സീരീസ് ഓഫ് ബുള്ളിഷ് ക്യാൻഡിൽ ഒന്ന്, അതുപോലത്തെ രണ്ടാമത്തെ ബെയറിഷ് ക്യാൻഡിലാണ്, ആൻഡ് മൂന്നാമത്തെ ബുള്ളിഷ് ക്യാൻഡിലാണ്, ആൻഡ് നാലാമത്തെ ബുള്ളിഷ് ക്യാൻഡിൽ. അങ്ങനെ സീരീസ് ഓഫ് ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ ഇടയിൽ ഒരു ബെയറിഷ് ക്യാൻഡിൽ. ഇപ്പം ഞാൻ പറഞ്ഞു അതാണ് നമ്മൾ OB. ആൻഡ് അവിടെ നമുക്ക് റിയാക്ഷൻ പ്രതീക്ഷിക്കാം. ലിറ്ററലി കണ്ടോ മാർക്കറ്റ് അത് എടുത്തിട്ട് അങ്ങോട്ട് പമ്പായി പോയത്. അപ്പോൾ നിങ്ങൾ ആ ഒരു OB മാത്രം കൺസിഡർ ചെയ്ത് മാർക്കറ്റിൽ, കാരണം അത് മാത്രം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു നമുക്ക് ലിക്വിഡിറ്റി കോൺസെപ്റ്റ് ഇനിയും വേണമെന്ന് പറഞ്ഞു. കാരണം അപ്പോഴേ അതൊരു ലിക്വിഡിറ്റി പൂളായിട്ട് മാറുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഇവിടെ വരച്ചു കൊടുക്കാം. ഈ ഒരു സിംഗ് ലോ, അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു FEG ഉണ്ട്. ഇതെല്ലാം കൂടെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, ഇവിടുന്ന് റിയാക്ഷൻ വരുന്ന നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പം എന്താ ഇവിടെ നമുക്കൊരു ലോങ് പൊസിഷൻ അഥവാ ഒരു ബൈ എൻട്രി നമുക്ക് ഇവിടെ നോക്കാം. ഇത് ആക്ച്വലി നമ്മൾ എൻട്രി നോക്കുന്ന മെത്തേഡല്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞു തരികയാണ്. അപ്പം എന്ത് ചെയ്യാം, സിമ്പിളി ഈ ഒരു ബൈ എൻട്രി ഇവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാം.
ഇത് നമ്മളിപ്പോൾ 1 ഹവറിലാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ എൻട്രി ഒക്കെ എടുക്കുക പറഞ്ഞാൽ ലോവർ ടൈം ഫ്രെയിമിലാണ്. നമ്മൾ എൻട്രി കോൺസെപ്റ്റിലോട്ട് പോകുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും പഠിക്കും. ഓക്കെ. ആൻഡ് അതുപോലെ തന്നെ നമുക്കൊരു ബെയറിഷിൻ്റെ എക്സാമ്പിളൊക്കെ ഇതിൻ്റെ ഇടയിലൊക്കെ നിങ്ങൾക്ക് വേറെയും എക്സാമ്പിൾസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ടാവും കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് ഒന്നുകൂടെ ആ ഒരു ബിഗിനർ ലെവലിൽ ഒന്നുകൂടെ പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി പറഞ്ഞത്. ഇതൊക്കെ ആക്ച്വലി ഒരു ഹോബിയാണ് കണ്ടോ. ഇതൊക്കെ ഒരു ബുള്ളിഷ് ഹോബിയാണ്. ഇതൊക്കെ എടുത്ത് മാർക്കറ്റ് സൂപ്പറായിട്ട് പോകുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമുക്ക് എന്താ പറയുക, നിങ്ങൾക്ക് കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ മാർക്കറ്റിൽ വരുമ്പോൾ കൺഫ്യൂഷൻ വരാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ മേജർ എക്സാമ്പിൾസ് മാത്രം പറഞ്ഞു പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ബെയറിഷ് ഹോബി കാണാൻ പറ്റും. സീരീസ് ഓഫ് ബെയറിഷ് ക്യാൻഡലിൻ്റെ ഇടയിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ അല്ലേ. മാർക്കറ്റ് ഇവിടുന്ന് മുതൽ ബെയറിഷ് സ്റ്റാർട്ട് ചെയ്തതാണ്. ആൻഡ് ഇവിടുന്ന് പെട്ടെന്നൊരു ബുള്ളിഷ് വന്ന് ആൻഡ് അതിൻ്റെ ശേഷങ്ങളൊക്കെ ബെയറിഷാണ്. ആൻഡ് ഞാൻ പറഞ്ഞ് അവിടെ നമുക്കൊരു റിയാക്ഷൻ എക്സ്പെക്റ്റ് ചെയ്യാം. കാരണം അത് എന്താണ്, ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് അല്ലെങ്കിൽ ഒരു ഹോബിയാണ്. അപ്പോൾ അതെടുത്ത് മാർക്കറ്റ് എന്തായി, സിംപ്ലി മാർക്കറ്റ് അതിലോട്ട് റിയാക്ഷൻ വന്ന്. അപ്പോൾ അത് മാത്രമാണോ അവിടെ? അല്ല, അവിടെ ഒരു FEG കൂടെ ഉണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ജസ്റ്റ് അത് മാത്രം നോക്കരുത്, നമുക്ക് എക്സ്ട്രാ കൺഫർമേഷനോ വേണം. അതുപോലെ തന്നെ എന്താണ്, മാർക്കറ്റ് ഈ ഒരു സമയത്ത് നമ്മൾ ട്രെൻഡ് നോക്കിയേ ബെയറിഷ് ട്രെൻഡാണ്. നമുക്കെന്താണ് ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, മീൻസ് ആ ഒരു കൺഫർമേഷൻ കൂടെ നമുക്കുണ്ട്. ഞങ്ങൾക്ക് ജസ്റ്റ് ഒരു ലിക്വിഡിറ്റി കൺഫർമേഷൻ മാത്രമല്ല, ട്രെൻഡിൻ്റെ കൺഫർമേഷൻ കൂടെ ഉണ്ട്. അതും നിങ്ങൾ ആ ഒരു ട്രേഡിങ്ങിൽ നിങ്ങൾ ആഡ് ചെയ്യണം. കാരണം ട്രെൻഡിൻ്റെ കൺഫർമേഷൻ നിങ്ങൾക്ക് കുറച്ച് അത്യാവശ്യമാണ്. ട്രെൻഡിൻ്റെ കൺഫർമേഷൻ നിങ്ങൾക്ക് വേണം എന്തായാലും നിങ്ങൾ ട്രേഡിങ് ചെയ്യണമെങ്കിൽ. ആൻഡ് അതുപോലെ തന്നെ ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഒന്നുള്ള ബുള്ളിഷ് ട്രെൻഡാണ്. അപ്പോൾ നിങ്ങൾ ട്രെൻഡിനെ കൂടെ നോക്കണം, നിങ്ങൾ ആ ഒരു OBയും അതുപോലെ FEയും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ. ആൻഡ് ഇവിടെ നമുക്ക് ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു OBനെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കും മാർക്കറ്റ് പ്രോപ്പറായിട്ട് തന്നെ ടച്ച് ചെയ്ത് പോകുന്നില്ല. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ കണ്ടോ നമുക്കൊരു FEG ഉണ്ട്. ആ ഒരു FEGനെ എടുത്തിട്ടാണ് മാർക്കറ്റ് പോകുന്നത്, ശരിയല്ലേ? മാർക്കറ്റ് ആ ഒരു FEGനെ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലിക്വിഡിറ്റി പൂളിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും റിയാക്ഷൻ വരാം. മീൻസ് ഈ ഒരു ലിക്വിഡിറ്റി പൂളിൽ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും റിയാക്ഷൻ വരാം. ആൻഡ് അത് എവിടെ നിന്ന് വരും നമ്മൾ എങ്ങനെ കൺഫേം ചെയ്യുക, നിങ്ങൾ ലോവർ ടൈം ഫ്രെയിമിൽ പോയിട്ട് എൻട്രി എടുക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫേം ആവുക. സോ അത് നിങ്ങൾ പഠിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു OB കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കും. നമുക്ക് ഇവിടെ വീണ്ടും വേറെ ഒക്കെ കാണാൻ പറ്റും കണ്ടോ. ആൻഡ് ഇനി നമ്മൾ ഇങ്ങനെ ബാക്കോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കണ്ടോ. ഇവിടെ കണ്ടോ, ഇതൊക്കെ ആക്ച്വലി ഒരു പ്രോപ്പർ എക്സാമ്പിളാണ് കേട്ടോ. മാർക്കറ്റ് എല്ലാവരും ബുള്ളിഷ് ട്രെൻഡിൽ പോവുകയാണ്. ആൻഡ് അതിൻ്റെ ഇടയ്ക്ക് ഒരു ബെയറിഷ് ക്യാൻഡിൽ വന്ന് മാർക്കറ്റ് ലിറ്ററലി ആ ഒരു ബെയറിഷ് ക്യാൻഡിൽ എടുക്കാൻ വന്ന് കണ്ടോ. ലിറ്ററലി ആ ഒരു ബെയറിഷ് ക്യാൻഡിൽ എടുക്കാൻ വന്ന് മാർക്കറ്റ് മേലോട്ട് പോയി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു OB നിങ്ങളെ ലിക്വിഡിറ്റി കോൺസെപ്റ്റിലെ വൺ ഓഫ് ദ മേജർ കോൺസെപ്റ്റായിട്ട് നിങ്ങൾ ആഡ് ചെയ്യുക. ആൻഡ് ഇത് നിങ്ങളെ ജേർണിന് അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മളെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് കഴിയാണ്. നിങ്ങൾക്ക് ഞാൻ കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞു, അതുപോലെ തന്നെ ഇതിൻ്റെ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ നേരെ പോയി ബാക്ക് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ അത് എത്രയും പെട്ടെന്ന് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു കോൺസെപ്റ്റ് തറാക്കുക. സോ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യാണ്. എൻ്റെ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണാം. അതുവരെ ബൈ.